ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെ. എല്ലാവർക്കും ആരോഗ്യ ആയുസ്സും ആഫിയത്തും ഉണ്ടാവട്ടെ. അതേപോലെ തന്നെ എനിക്കും എൻ്റെ കുഞ്ഞു മക്കൾക്കും വേണ്ടി നിങ്ങളും ദുആ ചെയ്യണം കേട്ടോ മക്കളെ. അപ്പോൾ രാവിലെ എണീറ്റ പാടിൻ്റെ ദിയൻ്റെയും ഹനാൻ്റെയും ഹംദാൻ്റെയും ഒക്കെ ഷർട്ടും പാൻറ്റും പാവാടയും ബ്ലൗസും ഒക്കെ ഇസ്തിരി ഇടാണ്ടായിന് മക്കളെ. അതൊക്കെ ഇസ്തിരി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം വെച്ചിരിക്കണം അടുപ്പത്ത്, പിന്നെ കറി ഉണ്ട് അടുപ്പത്ത്. അങ്ങനെ ഓരോരോ പണീൻ്റെ തിരക്കിൽ ഇന്നത്തെ ദോശപ്പൊടി ഉണ്ടായിന്, അത് പിടിച്ചൊന്ന് എടുത്തുകൊണ്ടെന്ന് പുറത്തേക്ക് വെച്ചിരിക്കുന്നത് തണുപ്പ് ലേശമൊന്ന് വിടാൻ വേണ്ടിയിട്ട്. എന്നാലേ ദോശ ഇട്ടാൽ നന്നാവുള്ളൂ. ദോശ ഉണ്ടാക്കിയാൽ ഇഡ്ഡലി ഇന്ന് വേണ്ട, എന്നാലും ഇഡ്ഡലി ചുട്ടതിനെ കൊണ്ടൊന്ന് ദോശ ആക്കി മക്കളെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. നിങ്ങളെല്ലാവരും ചായപ്പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? കുട്ടികൾ പരീക്ഷയ്ക്കൊക്കെ പോകാണ്ട് ഇന്നും കൂടി കഴിഞ്ഞാൽ പരീക്ഷ അവിടെ കഴിഞ്ഞ് പിന്നെ ഒരു 10 ദിവസം റെസ്റ്റാണ്. അത്ര വെപ്രാളപ്പെട്ട് പണിയെടുക്കേണ്ട, എടുക്കുക. ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണം, കുറച്ചും കൂടി പണി കൂടും. കുട്ടികൾ വീട്ടിൽ തന്നെ ഉണ്ടാവും, എന്നാലും വെപ്രാളപ്പെട്ടിട്ട് രാവിലത്തെ വെപ്രാളം ഉണ്ടല്ലോ, അത് എനിക്ക് ലേശമൊന്നും ഒഴിഞ്ഞിട്ട് മക്കളെ. നിങ്ങളെ മാതിരിയൊന്നുമല്ലല്ലോ, ഞാൻ കുറച്ച് പ്രായമുള്ള ഒരാളല്ലേ കുട്ടികളെ. ചിലപ്പോൾ ഞാൻ വിചാരിക്കും ഇതൊക്കെ ഇങ്ങനെ ഓരോ പണികളും കാര്യങ്ങളും എടുക്കാൻ അള്ളാഹു തരുന്നത് ചിലപ്പോൾ ഈ മക്കളെ നോക്കണതിനെ കൊണ്ടായിരിക്കും വിചാരിക്കും. ഇതിൻ്റെ പ്രായമുള്ള ആൾക്കാരൊക്കെ വെറുതെ കുത്തിരിക്കലാക്കി അല്ലെ നിസ്കരിച്ച് ചോദ്യം ഉണ്ടാകും, അവിടെ കുത്തിരിക്കും, ഒരു പണി എടുക്കാൻ നിൽക്കില്ല. ആരെ മരക്കൾ ആരും വെച്ചുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെടുത്ത് തിന്നു അതിന് 100 കുറ്റങ്ങളും പറഞ്ഞിരിക്കണേ ആൾക്കാരല്ല മക്കളെ. നമ്മളിപ്പോൾ 100-99% അതാണ് ഇപ്പം നടക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ മരക്കളുണ്ടല്ലോ അത് നടക്കൂല. രസമില്ല പുളിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചാൽ എന്നാൽ പിന്നെ തിന്നോളി നിങ്ങൾ, അല്ലെങ്കിൽ തിന്നണ്ട നിങ്ങളെന്ന് പറയും. പണ്ടത്തെ ആൾക്കാർ മരോളോട് ഇപ്പം വെച്ച ഉണ്ടാക്കിയ രസമില്ല എന്ന് പറഞ്ഞാൽ വേഗം മരോൾ എന്നാൽ ഞങ്ങൾക്ക് വേറെ ഉണ്ടാക്കി തരട്ടെ, ഇത് പറ്റുമോ, ഇത് തിന്ന് നോക്കി എന്നൊക്കെ പറയും. ഇപ്പോഴത്തെ മരക്കളോടൊന്ന് പറഞ്ഞു നോക്കിയാൽ മരക്കൾ അറിയും അങ്ങക്ക് വേണം തിന്നാൽ മതി, വേണ്ട കിടന്നോട്ടെ എന്നറിയും, അല്ലെങ്കിൽ എന്ത് ഓർഡർ ചെയ്ത് തിന്നോളി എന്നറിയും. അതാണ് മക്കളെ കാലം. ഇപ്പം മരക്കളൊക്കെ ഒന്ന് പഠിക്കട്ടെ. അമ്മായിമ്മമാർ കുറേ കഷ്ടപ്പെടുത്തിയ അമ്മായിമ്മമാരൊക്കെ ഉണ്ടല്ലോ പണ്ട് കാലത്ത്. അപ്പോൾ ഇപ്പോൾ അമ്മായിമ്മമാരെന്ന് പറഞ്ഞാൽ മിണ്ടാതെ കുത്തിരിക്കാൻ മരോള് കൊടുക്കണമെന്ന് തിന്നാൽ മരോള് രാവിലെ തന്നെ ജോലിക്ക് പോകണം. മരുമക്കളെ കാണുന്നുണ്ടെങ്കിൽ രാവിലെ എണീക്കലും ഓലൊരു വെപ്രാളത്തിലുള്ളൊരു പണിയെടുക്കലും ചായ ഉണ്ടാക്കലും ചോറുണ്ടാക്കലും കൂടുതലൊക്കെ അമ്മായിമ്മ സഹായിക്കുന്നുണ്ട്. സഹായിക്കാത്ത അമ്മായിമാരങ്ങനെ എണീച്ച് കഴിഞ്ഞ് വന്നു നോക്കിയാൽ എന്തെങ്കിലും ഉണ്ട് ഇല്ലെങ്കിൽ തിന്നാൽ കരിഞ്ഞതോ ഉരിഞ്ഞതോ ഒക്കെ ഉണ്ടാവും. കാരണം രാവിലെ ജോലിക്ക് പോകണം മരക്കളാകുമ്പോൾ ഓർക്ക് ജോലിക്ക് പോകേ വേണ്ടിയത് അടുപ്പത്തുള്ള കരിയും ചെയ്യും, അതിൻ്റെ ഇടയ്ക്ക് തിരുമ്പണം, കുട്ടീനെ ഒക്കെ പല പണികളുണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും മരുമോൾ ജോലിക്ക് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അമ്മായിമ്മ മെല്ലെ എണീച്ച് വന്ന് തിന്നാൻ നോക്കുമ്പോൾ ഒക്കെ കരിഞ്ഞുണ്ടാവും. ചിലപ്പം പറയാൻ പറ്റൂല മക്കളെ. ജോലിക്ക് പോണ വീടൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. കാരണം അല്ലെങ്കിൽ പിന്നെ ജോലിക്കാരിയൊക്കെ വീട്ടിൽ വേണം, ഒരു ജോലിയൊക്കെ ചെയ്തോളും. പോകേണ്ട പണിക്കാരിക്കുക മരക്കളാണെങ്കിൽ ഒരു ജോലിക്ക് അങ്ങോട്ട് പോവുക, വീട്ടിലൊരു ജോലിക്ക് ഒരാളെയും വെച്ച് കഴിഞ്ഞാൽ ഉമ്മനെ നോക്കുക, വാപ്പനെ നോക്കുക, ഒരു കുഴപ്പമില്ലാത്ത അങ്ങനെയുണ്ട് കേട്ടോ മക്കളെ. പല കോലത്തിലുണ്ട്. പൊലച്ചൊക്കെ എണീച്ചിട്ട് മരക്കൾ പണികൾ മുഴുവനും തീർത്തിട്ട് ഉമ്മക്കുള്ളതും വാപ്പക്കുള്ളതൊക്കെ എടുത്ത് വെച്ച് ഇതവിടെ വെച്ചിരിക്കുന്നു കേട്ടോ, ഞാൻ പോവാട്ടോ എന്നാണ് സ്നേഹത്തോടെ പോണ മരുമക്കളും ഉണ്ട് മക്കളെ. അതേമാതിരി അമ്മായിമ്മമാരും ഉണ്ട്. മോളെ ഞാൻ എടുത്തോളെ പണിയൊക്കെ ഈ എൻ്റെതായിട്ടുള്ള പണിയും കഴിഞ്ഞ് വേഗം പോകാൻ നോക്കുമെന്ന് പറയുന്ന അമ്മായിമ്മമാരുണ്ട്, ഒക്കെ ഉണ്ട്. എല്ലാവരും ഉണ്ട്, ഒന്നൊന്നിന് മെച്ചമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. ആരും ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ. കാലം പോണ പോക്ക് അതാണ്. ഒരുപാട് അമ്മായിമ്മമാർ മരണപ്പെട്ടു പോയി, ഒരുപാട് മരുമക്കളെ വേദനിപ്പിച്ചും ദുരിതങ്ങൾ അനുഭവിച്ചിട്ട് ഒരുപാട് അമ്മായിമ്മമാരുണ്ടായിന്. ഇതൊക്കെ മരണപ്പെട്ടു പോയി. ആ അമ്മായിമ്മമാരൊന്നും മരിക്കരുതേനി. ചെറിയ മക്കളൊക്കെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് അമ്മായിമ്മമാർക്ക് ചെറിയ മക്കളൊക്കെ ഉണ്ടാവും, ഓരൊക്കെ കല്യാണം കഴിച്ച് ദുരിതം അനുഭവിക്കുന്നതിന് മുമ്പേ തന്നെ അമ്മായിമ്മമാരൊക്കെ കാലം കഴിഞ്ഞ് പോയി മക്കളെ മരണപ്പെട്ടു പോയി. ഒരിക്കലും മരണപ്പെടരുതേന്. കാരണം മൂത്ത മരുമക്കളോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെ ചെറിയ മരുമക്കളോട് തിരിച്ചിട്ട് ഇങ്ങോട്ട് കിട്ടണ്ടേന്. അത് കിട്ടാൻ നേരമില്ലാതായിപ്പോയി, ഓലെ പോക്ക് വല്ലാത്ത നഷ്ടങ്ങളായിപ്പോയി എന്നൊരു കുറ്റബോധമുണ്ട്. കാരണം എന്താണെന്നറിയാം, അതുപോലാണ് ഇപ്പോഴത്തെ മരുമക്കളോട് കാണിച്ചു കൂട്ടുന്നത്. മരുമക്കൾ അമ്മായിമ്മനോട് കാണിച്ചു കൂട്ടുന്ന കാലത്തിൻ്റെ പോക്ക് അങ്ങനെയാണ് മക്കളെ. പണ്ടത്തെ കാലത്തൊക്കെ വലിയ മീനൊക്കെ കൊണ്ട് അങ്ങനത്തെ മീനൊക്കെയാണ്. അതൊക്കെ ഒരു കൊടാൾ പോലത്തെ ഒരു മൂർച്ചയില്ലാത്തൊരു കത്തിയും കൊടാളൊക്കെ അയക്കും, അതിനോട് കൊത്തി മുറിക്കും. നമുക്കിത് മുറിക്കാൻ കഴിയില്ല എന്നിട്ട് ഈ അമ്മായിമ്മമാരോടൊപ്പം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ അമ്മായിമ്മ എന്താ പറയാൻ തരാം, മീനൊക്കെ മുറിക്കാതെ ഇങ്ങോട്ട് പറഞ്ഞാൽ മീനൊന്നും മുറിക്കാൻ എൻ്റെ അമ്മ പഠിപ്പിച്ചില്ലേനോ. ഈ അമ്മായിമ്മമാരെ വിചാരം എന്താണെന്ന് പറയുക, ഇൻ്റർവ്യൂ മീൻ മുറിക്കൽ, ചോറക്കൽ, കൂട്ടാൻ വെക്കൽ ഇതൊക്കെ പഠിപ്പിച്ചിട്ട് പറഞ്ഞേക്കേണ്ടത്. ഒരടിച്ചാരി നന്നായിട്ടില്ലെങ്കിൽ പറയും, ഇതെന്താ അടിച്ചാരാൻ പഠിപ്പിക്കാതെ ഇങ്ങോട്ട് പറഞ്ഞാൽ തിരുമ്പിയത് നന്നായില്ലെങ്കിൽ ഇതാ പറയാം. അമ്മായിമ്മമാരെ വിചാരം ഓലെന്തോ ആണെന്നാ. അങ്ങനെ അനുഭവിച്ച് മരുമക്കളൊക്കെ മൂത്ത മരുമക്കളൊക്കെ ഒരുപാട് വേദനിപ്പിച്ച് ചെറിയ മരുമക്കളെടുത്തൊന്നും കിട്ടാനാകുമ്പോഴത്തേക്ക് വല്ലാത്തൊരു കോളായിപ്പോയി, അതങ്ങോട്ട് പോവുകയും ചെയ്ത്. ചെറിയ മരുമക്കളെടുത്തുമ്പോൾ ചെറിയ മരുമോളെടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ തിന്നാനും കുടിക്കാനൊക്കെ ഉണ്ടെങ്കിലും മനസ്സിനൊരു സമാധാനവും സന്തോഷവും ഇല്ല. കാരണം വിചാരിച്ച മീൻ കിട്ടണില്ല. ഒരു മീൻ എന്തെങ്കിലും വാങ്ങാൻ പറഞ്ഞാലും നമ്മൾ മീൻ വാങ്ങൂല, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ മീൻ വാങ്ങുക, നിങ്ങൾ മുറിക്കുക, നിങ്ങൾ കൂട്ടാൻ വെക്കുക, നിങ്ങൾ തിന്നുക.
എങ്ങനെയുണ്ട്? എന്നിട്ട് ഏതെങ്കിലും പോരെ കുടുംബത്തിൽ മക്കളെ പോരയിലൊക്കെ ഏതെങ്കിലും പോയിട്ട് അവിടുന്ന് മീൻ കൂട്ടും. എന്നാലും മരോളെ കുറ്റം പറയില്ല. മരോളെ പറഞ്ഞാൽ മറ്റോളെ അറിഞ്ഞു പോകുമല്ലോ, അതിനോടൊരു കുറവും മിണ്ടാതെ അവിടെ കുത്തിരിക്കും. മരോളോട് വേണ്ടിയ പോലെ പള്ള നിറച്ചും കിട്ടിക്കഴിഞ്ഞാലും ഒന്ന് വന്നാൽ കണ്ണ് തുടച്ചിട്ട് ചിരിക്കും. കണ്ണും കൊണ്ട് തുടയ്ക്കും, എന്നിട്ട് അങ്ങോട്ട് ചിരിക്കും. എന്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, നല്ലത് തന്നെ. ഇഷ്ടം പോലെ അവിടുന്ന് കിട്ടുന്നുണ്ടാവും, വേദനയും ഉണ്ടാവും, പ്രശ്നങ്ങളും ഉണ്ടാവും, ഒന്നും പുറത്തേക്ക് കാണിക്കാതെ നിൽക്കും മക്കളെ. എന്നിട്ടൊരു മീൻ കൂട്ടാൻ പൂതിയായി കഴിഞ്ഞാൽ മീൻ കൂട്ടാൻ മന്തി വന്നാൽ അമ്മായിമ്മക്ക് കിട്ടുന്ന അനുഭവങ്ങളാണ് മക്കളെ, ഓരോരോ സ്ഥലത്ത് നടക്കുന്നതാ. എന്നിട്ടൊരു മീൻ കൂട്ടണമെന്ന് പൂതി ഉണ്ടെങ്കിൽ അന്തേ മീൻ നിങ്ങളെ പുരയിൽ മീനൊന്നും ഉണ്ടാക്കലില്ലേ? മീനല്ല, അത് മോനിക്ക് ചെമ്മീനെ തിന്നുള്ളൂ, ചെറിയ മോന് ചെമ്മീനെ തിന്നുള്ളൂ, കടുക്കേ തിന്നുള്ളൂ. ഓൻ അങ്ങനത്തതൊന്നും കൂട്ടൂല. അപ്പം ഞമ്മക്കത് പറ്റൂല, ഞമ്മക്കത് പറ്റില്ല. ചെറിയ നെത്തല്, മീൻ, മുള്ളന് ഇങ്ങനത്തെ ഒക്കെ തിന്നാൻ പൂതിയുണ്ട്. തന്നെ അപ്പം അത് വാങ്ങാൻ വന്നതാ ഞാൻ. അപ്പം മീനൊക്കെ വാങ്ങാൻ വന്ന് മീൻ കൊണ്ടുവച്ച് ഈ അമ്മായിമ്മ മുറിച്ചുണ്ടാക്കണം. മരുള്ള പറയും ഞാൻ മുറിക്കൂല, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വാങ്ങുക, നിങ്ങൾ മുറിക്കുക, നിങ്ങൾ തിന്നുക. പാവം ആ അമ്മായിമ്മക്ക് എന്തെങ്കിലും ഒരു മീൻ കൂട്ടാൻ പൂതി ഉണ്ടെങ്കിൽ വേറെ മക്കളെ പുരയിൽ വിരുന്ന് പോണാരി പോകണം, അന്നേരം തിന്നാൻ കഴിയുള്ളൂ. എന്നല്ലാതെ മര്യാദയ്ക്കൊരു മീൻ കൂട്ടാൻ പറ്റൂല. എന്തിനെ പറയണ മക്കളെ, കുറേ ആരോടും പറയാതെ മനസ്സിലൊതുക്കി സങ്കടങ്ങൾ ഒതുക്കി. ഈ ചില അമ്മായിമ്മമാർക്കുണ്ടല്ലോ, കുറേ മക്കളുണ്ടെങ്കിൽ ഏറ്റവും ഇളയ മോനോടും ഏറ്റവും ഇളയ മരോളോടും ഭയങ്കര കിറുബായിരിക്കും. ആ കിറുബുള്ള മരക്കളോടൊക്കെ ആയിരിക്കും ലാസ്റ്റ് കിട്ടലുണ്ടാവുക. മീൻ മുറിക്കാൻ പൂതി, ഒരു മീൻ കൂട്ടാൻ പൂതി ഉണ്ടെങ്കിൽ വാങ്ങി മുറിച്ച് കൂട്ടാൻ വെക്കണം. മൂത്ത മരുമക്കളോടൊക്കെ മീൻ മുറിപ്പിച്ചാലും അത് തൊലി ഉണ്ടോയെന്ന് പിന്നെയും നോക്കും. ഇതിൻ്റെ മുകളിലൊക്കെ തൊലി ഉണ്ടല്ലോ, തൊലി എന്താ കളയാത്തത്? അന്നാമത് തൊലിയൊന്നും കൂടി മുറിച്ച് കൊണ്ട മുറ്റത്ത് വെച്ചിട്ട് കയ്യും മുറിച്ചിട്ടും കൊണ്ടുപോയി കൊടുത്താലും കുറ്റം കുറവാണ് മക്കളെ. അങ്ങനത്തത് ചെറിയ മരുമകളോട് മീൻ കൂട്ടാൻ പൂതിയായി മീൻ വേണമെങ്കിൽ മുറിക്കുക, തിന്നുക, കറി വെക്കുക ഒക്കെ ചെയ്തോളി. ഞമ്മക്ക് അതിനൊന്നും കൂടില്ല. ഞമ്മക്ക് ഇവിടെ ചെമ്മീനും കടക്കിയേ കൂട്ടാൻ പറ്റുള്ളൂ, നമ്മളതേ ഇവിടെ കൂട്ടുള്ളൂ. നിങ്ങൾക്ക് വേണ്ടിയ മീൻ നിങ്ങൾ വാങ്ങുക, കൂട്ടുക. അതാണ് മക്കളെ കാലത്തിൻ്റെ പോക്കേ. അപ്പോൾ അതാ പറഞ്ഞത്. അപ്പം ഞാനിങ്ങനെ കുറേ കാട് കയറി ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. അവസാന കാലം എന്തായി, ചെറിയ മോന് സ്നേഹത്തോടെ നിൽക്കണ മോൻ്റെ അവിടുന്ന് അങ്ങോട്ട് ബിസ്ക്കറ്റ് വെള്ളത്തിലിട്ട മാതിരി വെള്ളത്തിലിട്ട് അവിടുന്ന് ഇങ്ങോട്ട് പൊന്തിച്ചെടുക്കാനുള്ളൊക്കെ അമ്മായിമ്മമാരുണ്ട് മക്കളെ ലോകത്ത്. അപ്പോൾ അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട. ബിസ്ക്കറ്റ് അപ്പം എന്തേ കിണറിൽ വീണതാണ്. ഞാൻ കിണറിൽ തമ്പത്തിരുന്നപ്പോൾ അങ്ങോട്ട് ചാടിപ്പോയതാണ്. അപ്പോഴും സപ്പോർട്ട് ചെറിയ മോനിക്ക്, കാരണം ചെറിയ മോനല്ലേ. അതിന് മുക്കിയാലും വീണ് പോയാലും മരോളിഞ്ഞ് ഉന്തിത്തള്ളിട്ടാലും കേട് മോനിക്ക് ഉണ്ടാവരുതല്ലോ എന്നുള്ള ഈ അമ്മായിമ്മമാർക്ക് ചെറിയ മക്കളോട് ഭയങ്കര സ്നേഹം. മക്കൾ ഓലെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓര് വിചാരിക്കും എൻ്റെ മോനല്ലേ തിരിച്ചിങ്ങോട്ടും കാണിക്കണം മക്കളെ. അങ്ങനെ എൻ്റെ മോനാണ് ഈ അമ്മായിമ്മ കാണിക്കുമ്പോൾ തിരിച്ചിട്ട് എൻ്റെ അമ്മ ആണെന്നുള്ളത് ഈ മോനും കാണിക്കണം. അതെന്താ, പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ഒരു മോനും പെണ്ണുങ്ങളും മക്കളും മാത്രമേ ഉള്ളൂ ആ പോരൻ്റെ അകത്ത്. പെരുന്നാളിൻ്റെ ഓരോ അനുഭവങ്ങളാണ് മക്കളെ. നേരം വെളുത്ത് പെരുന്നാളിൻ്റെ അന്ന് രാവിലെ കുളിച്ച് മാറ്റി ഒരുങ്ങി പോവുക. എങ്ങോട്ടാണ് പോണത്? പുരയിൽ ഉമ്മക്ക് ഒരു വയസ്സായ ഉമ്മ മാത്രമേ ഉള്ളൂ ആ പുരയിൽ. അല്ലെങ്കിൽ ആ അമ്മനെയും കൂട്ടി പോവുക. അമ്മനെ അവിടെ നിർത്തിയിട്ട് രാവിലെ ചായ ഉണ്ടാക്കി പോലും എന്തൊക്കെ ഉണ്ടാക്കി കുടിച്ച് പോലും പോയി. ഉച്ചക്കത്തെ ചോറ് നിങ്ങൾ ഏതെങ്കിലും മക്കളെ പുരയിൽ എവിടെ വെച്ചാൽ പോയി തിന്നോളി. ഞമ്മൾക്ക് ഇപ്പൻ്റെ അവിടെ പെരുന്നാളിന് ഉച്ചക്ക് ഇപ്പം വരാൻ പറഞ്ഞു. ആരപ്പാ? പെണ്ണുങ്ങളിപ്പോൾ വരാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഈ തള്ളക്കൊരു പിടി വറ്റാടെ വെച്ച് കൊടുത്തിട്ട് പോവുക. പെരുന്നാളിൻ്റെ അന്ന് ഉച്ചത്തേക്ക് ഒരു പിടി ചോറ് വെച്ചിട്ട് തിന്നോളി, ഞങ്ങൾക്കുള്ള ചോറ് വെച്ചിരിക്കുന്നു കേട്ടോ, ഞങ്ങൾ ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറാണെങ്കിൽ വെച്ചിരിക്കുന്നു കേട്ടോ എന്ന് പറഞ്ഞു. എല്ലാന്നുണ്ടെങ്കിൽ ഒരു പാക്ക് ബിരിയാണി അവിടെ വാങ്ങിക്കൊണ്ടിരിക്കുക, ഞങ്ങൾക്കുള്ള ബിരിയാണി ഇവിടെ ഉണ്ട് കേട്ടോ. അതല്ല, നിങ്ങൾ ഏതെങ്കിലും പുറേ പോയി തിന്നോളി കേട്ടോ പെരുന്നാളിൻ്റെ. അതാണ് കിറുബുള്ള മോന്. കേട്ടോ നിങ്ങൾ, ഇതൊക്കെയാണ് മക്കളെ. ഇതൊന്നും ആരും അറിയില്ല. ഇത് അരിപ്പൊടി കേട്ടോ മക്കളെ. റേഷനരി വാങ്ങിയിട്ട് മുടരി വാങ്ങിയിട്ട് ഞാൻ ഇവിടെ മില്ല് കൊണ്ടുപോയി പൊടിപ്പിച്ചതാണ്. നല്ല സൂപ്പർ പൊടിയാക്കി പുട്ടിനാക്കിയിട്ട് പൊടിപ്പിക്കണം മക്കളെ. അപ്പോൾ ഇത് പുട്ടിന് പൊടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്താണെന്ന് പറഞ്ഞാൽ നല്ല വെട്ടി തിളക്കണ വെള്ളം അതിൽ ഉപ്പും പൊടി ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് കുഴയ്ക്കുക. എന്നിട്ട് ലേശം നല്ല വെട്ടി തിളക്കണ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല കുറച്ച് നേരം അമർത്തി വെച്ച്, എന്നിട്ട് പത്തിരിക്കല്ലിൽ നമുക്ക് നല്ല ചുട്ടാലുണ്ടാവുമല്ലോ, നെയ്യൊക്കെ ഇട്ടിട്ട് ചുട്ടിട്ടുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും മക്കളെ. അങ്ങനെയൊക്കെയാണ് മക്കളെ. നമ്മൾ പഴയ കാലം നമ്മളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കുന്നു മക്കളെ, ഒരുപാട് കഷ്ടപ്പെട്ടു. ഓരോരുത്തരുടെ ദുരിതങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, പഠിച്ചോനെ നമ്മളൊക്കെ ഇപ്പോൾ സുഖത്തിലാണല്ലോ കയ്യിൽ. സത്യം പറയല്ലോ മക്കളെ,
കഞ്ഞിൻ്റെ വെള്ളമായാലും ഇപ്പോൾ കുടിച്ചിട്ട് മിണ്ടാതെ കുത്തിരിക്കുക എല്ലാന്നുണ്ടെങ്കിൽ ഒരു നേരം വെറുതെ ഇരിക്കാൻ പറ്റില്ല. എല്ലാത്തിനും സ്വൈര്യക്കേടും സ്വസ്ഥതക്കേടും അത് നമ്മൾ എന്തെങ്കിലും ചെയ്താലും കുറ്റം പിടിച്ചാലും കുറ്റം. ഇപ്പം നമ്മൾ വയസ്സായി. അപ്പോൾ വയസ്സായപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ പുരയിലേക്ക് വരുന്ന പെൺകുട്ടികളെ പൊന്നു പോലെ നോക്കണം. നമ്മൾ സ്നേഹിച്ച് കഴിഞ്ഞാൽ തിരിച്ചു ഒരു നമ്മളെയും സ്നേഹിക്കൂ. ഈ മരുമക്കളോട് നമ്മൾ ദ്രോഹം കാണിക്കുമ്പോഴാണ് ഒരു തിരിച്ച് കാണിക്കുന്നത്. നമ്മൾ സ്നേഹിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണ വിശ്വാസം നമുക്കുള്ളത്. കാരണം ഞാനൊക്കെ ഒരു കുറ്റവും പറയാനില്ല. കാരണം എൻ്റെ മരുമകളൊക്കെ നല്ല സ്നേഹത്തിലൂടെ ഞാൻ എന്നോട് കാണിക്കുന്നത്. കാരണം എന്താ പറയുക, നമ്മൾ ഓരങ്ങനെ സ്നേഹിക്കുന്നത് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടായി ഓൽക്ക് വേണ്ടിയത് വാങ്ങാൻ ഓരോ കൂടെ പോകാൻ, അമ്മ അത് വാങ്ങാൻ പോകുക, അമ്മ നമുക്കൊന്ന് പുറത്ത് വാ മോളെ പോവാ എന്നല്ലാതെ പോവില്ലാന്നോ വരൂലെന്നോ, ഈ എന്തിനാ പോവാൻ നിൽക്കുന്നത്, ഈ എന്തിനാ അവിടേക്ക് പോയത്, ഈ എന്തിനാ ഇവിടെ നിന്ന്, ഈ എന്താ വരാഞ്ഞത് എൻ്റെ മരുമകളോട് ഞാൻ ചോദിക്കില്ല. കാരണം എന്താ പറയുക, ഓളോളെ വീട്ടിൽ പോവുകയാണെങ്കിൽ ആയിക്കോട്ടെ പോയിക്കോട്ടെ, സന്തോഷം. പോയിട്ട് വരുന്നുണ്ടെങ്കിൽ അതാ സന്തോഷം. നമുക്ക് സന്തോഷമുള്ളൂ. ഐറ്റിങ്ങൾ ഇവിടെ നിൽക്കുന്ന സമയത്താണെങ്കിൽ തന്നെ ഓലെ വാപ്പയും ഉമ്മയും വന്നു കഴിഞ്ഞാൽ 2 ദിവസം മോനെ വരെ കൊണ്ടുപോകാൻ ചോദിച്ചാൽ വരെ നമ്മൾ എന്താ പറയുക, മോനെ പൊയ്ക്കട മോനെ എന്ന് പറഞ്ഞാൽ ഓൻ പോകില്ല. അന്ന് ഓൻ ഇവിടെ തന്നെ എന്നെ തന്നെ കിട്ടണം എനിക്ക്. അപ്പം 2 ദിവസം പോയിട്ട് ഓരെത്രയോ പറഞ്ഞിക്കിന് നിങ്ങൾ നമ്മളൊരു റൂം ഉണ്ടാക്കി അവിടെ എന്നൊക്കെ പറഞ്ഞാൽ ആ റൂമൊക്കെ ഉണ്ടാക്കുക ഭയങ്കരമാണ്, നല്ല അടിപൊളി റൂമും കാര്യങ്ങളൊക്കെയാണ്. എന്നിട്ട് പറയും നമുക്കൊരു ദിവസം കൂടി നമ്മളെ മോളും കുട്ടിയും നമ്മളെ പുരൻ്റെ ഒത്ത് വന്ന് നിൽക്കണം കൂടിയില്ല. മോൻ ഗൾഫിലുള്ള സമയത്തും അങ്ങനെയൊക്കെയാണ് മക്കൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം എൻ്റെ മോന് ഇവിടെ ഇല്ലാതായതിൻ്റെ മോള് ഇവിടെ ഇല്ല, മരോളും കുട്ടികളൊന്നും ഇവിടെ ഇല്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഓൻ ഗൾഫിലായതിനെക്കൊണ്ട് ഒരു മോളേ ഉള്ളൂ ഇവള്. അപ്പോൾ ഓളെ അങ്ങോട്ട് ആക്കിയതാണ്. കാരണം 5 മക്കളെല്ലാം കൂടി എനിക്ക് കഴിയാത്തതിനെക്കൊണ്ട് അതിന് പറയുന്നുണ്ട് മരോള് പിണങ്ങിപ്പോയതാണ്, മോന് ഇവിടെ ഇല്ല, മോനിപ്പോൾ അവിടെ നിൽക്കില്ല. അത് ചോദിക്കാൻ എന്താണ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനും ചോദിക്കാൻ എല്ലാവർക്കും ആഗ്രഹം എന്താണെന്നറിയോ, ഓലെ സ്വഭാവം തന്നെ നമുക്കും ആണെന്ന് ചിന്തിച്ചാളല്ല. കാരണം മോൻ പിണക്കിലാണോ, മോൻ വരല്ല ചോദിക്കുന്നതാ. ആർക്കും കണ്ടിട്ട് മോൻ ഇങ്ങോട്ട് വരല്ലേ, ഓൻ അവിടെ അല്ലെങ്കിൽ ഇവിടേക്ക് വരലുണ്ടോ, അത് മരോള് വരലുണ്ടോ, എന്താ ഇപ്പോൾ പല കഥ. ചില ആൾക്കാർക്ക് അവനാൻ്റെ അടുത്ത് ഇഷ്ടം പോലെ എടുക്കാണ്ടോ മൊത്തത്തിൽ ഒന്നായിട്ട് നാറി കിടക്കായിരിക്കും. എന്നാലും മറ്റുള്ളവരുടെ അറിഞ്ഞാൽ ഓൽക്കൊരു റാഹത്താ മക്കളെ. ചില ആൾക്കാരുണ്ട് ഒറ്റത്ത് നിസ്കാരം പോലെ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് നുണ പറയാം. ഏതാ പെണ്ണുങ്ങൾ അതിലേ പോണത്, ഓരോ കുറ്റം ആണായാലും വേണ്ടിയില്ല പെണ്ണായാലും വേണ്ടിയില്ല, നുണയും പിത്തനെയും പറഞ്ഞ് ഇങ്ങനെ നടക്കുക. കുറേ നിസ്കരിച്ചതിനൊക്കെ ഒരു കാര്യമില്ല. കാരണം എന്താ പറയുക, നമ്മളതായിട്ടുള്ള കാര്യങ്ങൾ നല്ല കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാലുണ്ടാവില്ല ഒരു കുറ്റം പറയില്ല. ആരെ മുഖത്ത് നോക്കിയിട്ടും ധൈര്യമായിട്ട് സംസാരിക്കുക. അങ്ങനത്തെ ഇങ്ങനത്തെ ചില ആളുകളുണ്ട്, എല്ലാവരും കൂട്ടി പറയണ്ട, ചില ആളുകളുണ്ട് നിസ്കാരം കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാ നുണയും പിത്തനും എല്ലാ വേണ്ടാത്തതിലേക്കും പോവുകയും ചെയ്യും. എന്നിട്ടോ മറ്റുള്ളവർ ആരെങ്കിലും എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ വലിയ ആളായിട്ട് മുന്നിൽ നിന്ന് ഓലിക്ക് ഇങ്ങനെ പറയാനും പറഞ്ഞു കൊടുക്കാനും പറയിപ്പിക്കാനും വലിയ മുന്നിൽ ഒരാളായി നിൽക്കും. ഓലതും കൊണ്ട് നിരത്തി കൊണ്ട് വിളമ്പി കഴിഞ്ഞാലുണ്ടാവുമല്ലോ, ഒന്നും പറയാനുണ്ടാവില്ല. ഓല ടൗസർ അയച്ച് തലേ കെട്ടേണ്ടി വരും. അതിന് മാത്രം ഉണ്ടാവും, എടുക്കാൻ മാത്രം ഉണ്ടാവും മക്കളെ. അപ്പോൾ അതുകൊണ്ട് ആരും ആരെ കാര്യങ്ങൾ വല്ലാതെ തൊള്ളർന്ന് പറയാൻ നിൽക്കണ്ട. തൊള്ളർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാനും വിളമ്പാനും ഇഷ്ടംപോലെ എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് എല്ലാവരും ബോധ്യപ്പെടുക. അത് നല്ലതാണ്, അത് നല്ല അഭിപ്രായങ്ങളാണ്. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ എൻ്റെ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോവുകയാണ് മക്കളെ. ഭക്ഷണം കുറച്ച് കൊടുക്കാനുണ്ട്. ഇറ്റിങ്ങൾ സ്കൂൾ പറഞ്ഞേക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഹംദാനും ഹനാനും ഞാനിതാ മറ്റേ അടുക്കളയിൽ നിന്ന് ഈ അടുക്കളയിലേക്ക് പോകുന്നു. ഈ അടുക്കളയിൽ നിന്ന് ഞാനിതാ കൊലായിലേക്ക് പോവുകയാണ് കുട്ടികളെ. ഈ കുട്ടികൾക്കൊന്ന് ഭക്ഷണം കൊടുക്കുക, അത്രയൊക്കെ ഉള്ളൂ. ഒന്നും പറയേണ്ട മക്കൾ. അടുക്കളയാവും. അത് അവർക്ക് തുടയ്ക്കാനും അടിക്കാനും അടിച്ചേരാനും വളരെ പണിയുണ്ട്. തിരുമ്പിയത് അവിടെ ഇവിടെയൊക്കെ എടുത്ത് വെച്ചിട്ട് അതൊക്കെ ഒന്ന് വെയിലത്തേക്ക് ഇടണം. ഇന്നലെ ഇട്ടതിൻ്റെ ബാക്കി. അപ്പോൾ എൻ്റെ മക്കൾക്കൊന്ന് തിന്നാൻ കൊടുക്കാൻ പോവുകയാണ് കുട്ടികളെ. ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നന്നായി നമ്മളിത് അരിപ്പത്തിരി ചുട്ടതുണ്ടല്ലോ, നല്ല നന്നാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്. ഇത് മൂടേരി കൊണ്ട് ചുട്ടതാട്ടോ ഞാൻ. അപ്പോൾ ഇതൊക്കെ നല്ല ടേസ്റ്റുമാണ് മക്കളെ. ഇതേമാതിരിയൊക്കെ ചുട്ടോളി. അപ്പോൾ മൂടേരിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേമാതിരി വാങ്ങാൻ പൊടിപ്പിക്കുക. അപ്പോൾ ഞാൻ കർമൂസ വാങ്ങിക്കുന്നത്, അതൊന്ന് ഉപ്പേരി വെക്കാം. കർമൂസ പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പോൾ അതൊന്ന് ഉപ്പേരി വെച്ചിരിക്കുന്നു. ഇതാണെങ്കിൽ ഇളവനുണ്ട്. ഇളവ തേങ്ങ അരച്ച് കറിയും വെച്ച് കർമൂസ ഉപ്പേരിയും വെച്ച് ഒരു കോഴിമുട്ടയും പൊരിച്ചിട്ടൊക്കെയാണ് മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചത്. അപ്പോൾ അതാ ഗ്യാസാരം വന്നിട്ട് ഇങ്ങനെ ബെല്ലടിക്കുന്നുണ്ട്. അപ്പോൾ ഗ്യാസാരം വന്ന് ബെല്ലടിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് വല്യാപ്പ മുറ്റത്തേക്ക് ഇറങ്ങി റോഡുമേലേക്ക് കയറി. വല്യാപ്പ വേഗം ഗ്യാസിൻ്റെ പൈസ ഒക്കെ കൊടുത്ത് അങ്ങനെ ഗ്യാസാരം വന്ന് ഗ്യാസ് കൊണ്ടുപോയി തന്ന്. അതിൻ്റെ ഒരു ബില്ലുണ്ടല്ലോ, അത് ബില്ലിൽ നമ്മൾ ഒപ്പിട്ട് കൊടുക്കണം. അത് ഒപ്പിട്ട് കൊടുത്ത് നല്ല ഗ്യാസാരനാണ് കേട്ടോ. നമ്മൾ വിളിച്ചിട്ട് വിളി കേട്ടിട്ടില്ലെങ്കിൽ അടുക്കളയിലാണെങ്കിലും കുറേ നേരം എത്താത്തേന്ന് വിളിച്ച് കാത്തുക്കും. ചില ഗ്യാസാരം എന്താണ് വന്നില്ലെങ്കിൽ ആ വണ്ടിയിലേക്ക് ആ ഗ്യാസ് വിട്ടുപോലും പോയിട്ടുണ്ടാവും. ഇത് നല്ല ഒരാളാണ്, നല്ല പെരുമാറ്റമാണ്, നല്ല സ്വഭാവമാണ് മക്കളെ. നമ്മൾ ഗ്യാസ് എത്തിയിട്ടില്ലെങ്കിൽ വിളിച്ച് ചോദിച്ചാൽ തന്നെ മറുപടി വരും, ഈ ആഴ്ച വരൂട്ടോ അല്ലെങ്കിൽ അടുത്ത ആഴ്ച വരൂട്ടോ എന്നൊക്കെ പറയും.
ഈ ഗ്യാസുകാരനെ കുറേ കാലങ്ങളായി മക്കളെ നമ്മളിവിടെ ആ ഗ്യാസ് കൊണ്ടുപോയി തരുന്നത്. നല്ല പെരുമാറ്റമാണ്. കാരണം ഒന്ന് തലയിൽ ഇങ്ങനെ ഗ്യാസും കുറ്റി കയറ്റി നിൽക്കാൻ നമ്മൾ തിരുമ്പിയൊക്കെ ഇട്ടിക്കണമെങ്കിൽ തിരുമ്പിയതൊക്കെ അങ്ങോട്ട് നീക്കിക്കാളിയുടെ സൈഡിൽ കൂടെ ഒക്കെ പോകും. കാരണം നമ്മൾ തിരുമ്പേൻ്റെ മുകളിൽ ആവണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഗ്യാസ് വരാനായി കഴിഞ്ഞാൽ ഞാൻ തിരുമ്പണമൊക്കെ ഇടും. കാരണം ഗ്യാസിൻ്റെ കുറ്റീൻ്റെ മുകളിലൊക്കെ തട്ടും. അത് മാത്രമല്ല വഴിക്ക് പോകുമെന്നുള്ള പേടിയാണ് മക്കളെ. ഈ മഴക്കാലത്തൊക്കെയാണ് ഗ്യാസും കുറ്റിയൊക്കെ ആയിട്ട് ഓരോ ജോലിയാണല്ലോ മക്കളെ. അപ്പം നമ്മൾ ആ ജോലി ഒന്ന് തടസ്സപ്പെടാതിരിക്കുക. ഒരു ഗ്യാസുമായിട്ട് വരുമ്പോൾ ആ വഴിയൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക. കയറോ വഴുക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു തലയിൽ കയറ്റി നല്ലൊരു വെയിറ്റുള്ള സാധനം കൊണ്ട് വരുന്നതാണ് മക്കളെ. അപ്പോൾ കുട്ടികളെ പരീക്ഷ എന്നും കൂടിയേ ഉള്ളൂ. അപ്പോൾ കുട്ടികളെ പുസ്തകവും കാര്യങ്ങളൊക്കെ കുറേ ഞാൻ എടുത്ത് ഒതുക്കി വെച്ചിരിക്കുന്നു. 10 ദിവസത്തേക്കാണെങ്കിൽ 10 ദിവസത്തേക്ക് എടുത്ത് വെക്കും, ബാഗിലൊക്കെ ആക്കി വെക്കും. ചിലപ്പോൾ മക്കളൊക്കെ എടുത്ത് പഠിക്കുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി മേശമേലൊക്കെ പരീക്ഷ ആയിട്ട് പഠിക്കുന്നതിനെ കൊണ്ട് അവിടെ ഇവിടെയൊക്കെ കുറേ ബുക്കും കാര്യങ്ങളൊക്കെയാണ് മക്കൾ. ഇതൊക്കെ ഞാനൊരാൾ ചെയ്യണം. പാവം എൻ്റെ മോക്ക് ഇതൊക്കെ ആവതുണ്ടെങ്കിൽ ഇതോ ഈ ഇടങ്ങേറും കാര്യങ്ങളൊന്നും എനിക്കില്ല പൊന്നാര കുട്ടികളെ. അല്ലാതെ എന്ത് ചെയ്യാനാണ്? കുറേ പാത്രങ്ങൾ കഴുകാണ്ട് പാത്രം ഒരുപാടുള്ളതിനെ കൊണ്ട് ഭയങ്കര പാടാണ് മക്കളെ. അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ ഒന്നായിട്ട് കഴുകണം. അതിൻ്റെ മുകളിൽ മാത്രം ഈ അടുപ്പ് കാര്യങ്ങളൊക്കെ തേച്ച് വൃത്തിയാക്കലും കഴുകലും തുടയ്ക്കലും ഒക്കെ ഞാൻ രാവിലത്തെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുപ്പിൻ്റെ മുകളിലൊക്കെ ഞാൻ കുറച്ച് സോപ്പൊക്കെ ഇട്ട് നന്നാക്കി തുടച്ച് വൃത്തിയാക്കും മക്കളെ. എറുമ്പിൻ്റെ ശല്യം ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ല ഇതേമാതിരി ചെയ്യുക. രാത്രി കിടക്കാൻ നേരത്ത് ഇതേമാതിരി ചെയ്യും. അപ്പോൾ നമ്മൾ അടുപ്പൊക്കെ നല്ല വൃത്തിയായി കണ്ടാൽ കുറേ എന്നാലും എറുമ്പിൻ്റെ കുറേ ശ്രദ്ധിക്കലുണ്ട് ഞാൻ. എന്നാലും എറുമ്പിൻ്റെ ശല്യങ്ങളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രാത്രി കിടക്കാൻ നേരത്ത് ഇതൊക്കെ മാതിരി കഴുകലാണ് മക്കൾ. അപ്പോൾ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ കഴുകി വൃത്തിയാക്കലും അങ്ങനെയൊക്കെയാണ് കുട്ടികൾ. അപ്പോൾ നിങ്ങളെ പണികളൊക്കെ കഴിഞ്ഞ തിരക്കിൽ നിങ്ങളൊക്കെ ചെറുപ്പക്കാരത്തി കുട്ടികളല്ല, വയസ്സായ ഞാനാണ് മക്കളെ ഈ പണികളൊക്കെ എടുക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളൊക്കെ ഇമ്മൻ്റെ അമ്മൻ്റെയൊക്കെ പ്രായമുള്ള ആളാണ് ഞാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ നിങ്ങളെ കൂടെ ഒപ്പത്തിനൊപ്പം ഞാനും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും നമ്മളെ ചാനലൊക്കെ കാണണം കേട്ടോ കുട്ടികളെ. ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാൻ ലിങ്കൊക്കെ ഇട്ട് കൊടുക്കാമായിരിക്കെങ്കിലും ആരോടെങ്കിലുമൊക്കെ പറയാം നമ്മളെ ചാനലൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പറയണം. അതൊക്കെ മറന്നു പോയത് കേട്ടോ കുട്ടികൾ. അപ്പം ഒരുപാട് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഓരോന്ന് ഓർത്ത് പോകും. അതേ ഇങ്ങനെ ഒറ്റയ്ക്ക് എന്തെങ്കിലും പണികളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഓർമ്മിക്കൽ എപ്പോഴാണെന്നറിയോ? എൻ്റെ ഉമ്മനാണ് ഞാൻ ഓർക്കൽ മക്കളെ. എൻ്റെ ഉമ്മ ഓരോ കാര്യങ്ങൾ പറയുന്നത് ഓരോന്ന് ഇങ്ങനെ ഉമ്മൻ്റെ വർത്താനം ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ കേൾക്കും. അതൊരു വല്ലാത്തൊരു പ്രയാസമായിപ്പോയി. എനിക്കൊരുപാട് സഹായങ്ങൾ കിട്ടുന്ന ഒരാളായി എൻ്റെ ഉമ്മ. എല്ലാ രീതിക്കും എന്നെ സ്നേഹിക്കലും സഹായിക്കലും. എൻ്റെ ഉമ്മ എന്നെ വിളിക്കുന്നത് കേട്ടാൽ തന്നെ എനിക്ക് മതി മോളേന്ന് വിളിച്ചൊരു വിളി ഉണ്ടല്ലോ, ആ വിളി എന്നെ മതി മക്കളെ എൻ്റെ മനസ്സിൽ. അപ്പോൾ മക്കളെ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞ് ചോറക്കലും ചായാച്ചലും പത്തിരി ഉണ്ടാക്കലും ദോശ ഉണ്ടാക്കലും സാമ്പാറും അങ്ങനെയുള്ള എല്ലാ പണികളും കഴിഞ്ഞ് ഇനിയിപ്പോൾ തിരുമ്പലും കഴിഞ്ഞ് അടിച്ചുവാരി തുടയ്ക്കലും കഴിഞ്ഞ് ഇനി ഇതൊക്കെയാണ് എൻ്റെ ഹംദാന് പുച്ചാകുമ്പോഴത്തേക്ക് ഒരു ഹനാനെ വിളിക്കാൻ വേണ്ടി പോകണം മക്കളെ. കൊയഞ്ഞ് ക്ഷീണിച്ച് അവശനായിക്കിന്. ഈ വയസ്സാം കാലത്തും ഞാനിങ്ങനെ ഓടലാണ്. കാരണം എൻ്റെ മോൾക്ക് ഒരു വയ്യാത്ത കാരണം ഇപ്പോൾ മോളെ മക്കളെ കാര്യങ്ങളും നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനൊരാൾ തളർന്നു കഴിഞ്ഞാൽ നമ്മളെ പിന്നിൽ ഒരുപാട് ആൾക്കാർ സങ്കടത്തോടെ കരയാനുണ്ട്. ഒരുപാട് ആൾക്കാർ എൻ്റെ മോളും മക്കളും കേട്ടോ. കാരണം ഒരാൾ ആശ്രയിച്ച് ജീവിക്കുന്ന മക്കളാണത്. അപ്പോൾ ഈറ്റിങ്ങളെ കാര്യങ്ങൾ ഞാനല്ലേ നോക്കാനുള്ളൂ. അപ്പം പറയുന്ന ആൾക്കാർ പറയും ഓള് ഏതു നേരം മൊബൈലിലാണ്, ഓള് യൂട്യൂബിലാണ്. ഞാൻ യൂട്യൂബിലും മൊബൈലിലാണെങ്കിൽ അത് എൻ്റെ ഇഷ്ടമാണ്. അത് പറയുന്നവരിങ്ങനെ കുടുംബത്തിലുള്ളവരായാലും മറ്റുള്ളവരായാലും അത് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പറ്റുന്നവർ കാണുക, അത്രയല്ലേ നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ കണ്ടാൽ മതി. നമുക്ക് താല്പര്യമില്ലാത്ത ആൾക്കാർ നമ്മളെ വീഡിയോ കാണണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് ഇഷ്ടംപോലെ മുത്തുമണികളായ മക്കളും ഉണ്ട്, പേരക്കുട്ടികളും കുടുംബമായിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പിന്നെ ഇപ്പം എന്തിനാ അപ്പം നിങ്ങൾ ഇത്ര ഏതാ ചൊറിയണത്? നിങ്ങൾ ആരും ചൊറിയണ്ട, ഉള്ളതേ ഞാൻ പറയുന്നുള്ളൂ. ഇതിൽ ഒരുപാടുള്ള കാര്യങ്ങൾ സത്യങ്ങൾ ഇനിയും എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ഞാൻ ഒളിപ്പിച്ച് വെക്കൂല. കാരണം എനിക്ക് ഒരുപാട് വേദനകൾ കിട്ടിക്കിന്, ആ ഒരിക്കലും ഞാൻ മറക്കൂല. അപ്പം അതുകൊണ്ട് ഞാനതിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും, പറയും ചെയ്യും. ഞാനത് പറഞ്ഞത് എന്തൊക്കെ രീതിയിലാണെന്നുള്ള അത് പ്രവർത്തിച്ച് രീതി എന്താണെന്ന് വരെ ഞാൻ പുറത്തേക്ക് വിടും. അതിലൊരു മാറ്റം വരില്ല. കാരണം എന്താ, അങ്ങനെ എല്ലാവരും നല്ല ആൾക്കാരായിട്ട് നടക്കണ്ട. അത് എല്ലാവർക്കും കൂടി വെച്ചതല്ല. കുടുംബമാണെങ്കിൽ കുടുംബം, മനസ്സിലായോ? എനിക്കൊരു മടിയില്ല, ഉള്ളതുപോലെ ഞാൻ പറയും. അപ്പം അങ്ങനെയൊക്കെയാണ് മക്കളെ വിശേഷങ്ങൾ. അപ്പം നമ്മളെ വിശേഷങ്ങളൊക്കെ ഒരുപാട് പറയാനുണ്ട് മക്കളെ. അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയും. അപ്പം നിങ്ങൾ മറക്കാതെ നമ്മളെ ചാനൽ കാണാൻ ലൈക്കും സബും ചെയ്യണം, മറക്കരുത് കേട്ടോ മക്കളെ.